ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പ്രഥമനാണ്. നമ്മുടെ ഓണ വിഭവങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഈ പ്രഥമൻ. അപ്പോൾ ഇന്ന് ഞാൻ നേന്ത്രപ്പഴം കൊണ്ടാണ് പ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എല്ലാ വിഭവങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നോട് പറയണം, കമൻസിലൂടെ പറയണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം പ്രഥമനാണ്. അതിന് ഞാനിവിടെ നല്ല പഴുത്ത പഴമാണ് വേണ്ടത്. അതിലൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 4 പഴം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിനി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, പക്ഷേ കുക്കർ തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. അടച്ചൊന്നും വയ്ക്കുന്നില്ല, പഴം പെട്ടെന്ന് വേവുമല്ലോ, അതുകൊണ്ട് നമ്മൾ അടച്ചൊന്നും വേവിക്കുന്നില്ല. വെറുതെ തുറന്നു വെച്ച് തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ പല രീതിയിൽ ഈ പഴം വേവിച്ചെടുക്കാം. ആവിയിൽ വെച്ച് വേണമെങ്കിൽ പുഴുങ്ങിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ 4 പഴം എടുത്തിട്ടുണ്ട്. അത് 4 ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് മധുരം വേണം. അതിന് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. ഇവിടെ ഞാനൊരു 2 ഉരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. തിളപ്പിച്ച് അരിച്ച് എടുക്കണം. അപ്പോൾ ഇനി അത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം അതിപ്പോൾ ഒഴിച്ച് വെച്ചത് വയ്ക്കപ്പോഴത്തേക്കും ഇവിടെ പഴം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായി ഒന്ന് മാഷ് ചെയ്ത് എടുക്കാം, ഉടച്ചെടുക്കാം. ഒരു തവി വെച്ചോ അത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് നന്നായി ഇതിനെ ഒന്ന് മാഷ് ചെയ്ത് എടുക്കാം. ചിലരൊക്കെ മിക്സിയിലിട്ട് അടിക്കാറുണ്ട്, പക്ഷേ എനിക്കെന്തോ അത് ഇഷ്ടമല്ല. മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അരഞ്ഞു പോകും. അങ്ങനെ വേണ്ട, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയും ഉടച്ചു കൊടുത്താൽ മതി. അപ്പം നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അടുത്തത് ഞാൻ ചെയ്യുന്നത് ഈ ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്തു. അതിനി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ നമുക്ക് വരട്ടി എടുക്കാം. ഇനി നമുക്ക് ചവ്വരി കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഒരു 4 ടീസ്പൂൺ ചവ്വരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായി വേവുന്നത് വരെ ഇതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചത് തിളച്ചു. പഴവും ശർക്കര പാനി ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മറ്റേ അടുപ്പിൽ നമ്മൾ ചവ്വരിയും വേവിക്കാൻ വെച്ചു. പിന്നെ ഇത് റെഡിയാകുമ്പോഴത്തേക്കും അതും വെന്തിരിക്കും. ഇനി അതിനിടയ്ക്ക് നമുക്ക് വേറൊരു ജോലിയുണ്ട്. പാല് പിഴിഞ്ഞ് എടുക്കണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ കുറച്ചുകൂടെ തിക്കാക്കണം. ഇപ്പോൾ ഉടനെ പായസം ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പോൾ ഇത് തന്നെ ധാരാളം മതിയാകും. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിനി പാല് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ തേങ്ങയുടെ ഇത് രണ്ടാം പാലാണ്. ഒന്നാം പാല് മാറ്റി വെച്ചു. ഈ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിക്കാം. ഇപ്പോൾ വരട്ടിയ ആ പഴത്തിൻ്റെ കൂടെ ഇപ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് നന്നായി തിളപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ചവ്വരി വേവിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ചവ്വരി ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു തിക്നെസ്സും പിന്നെ നമുക്ക് കാണാനും നല്ലൊരു ഭംഗിയും. പായസം കുടിക്കുമ്പോൾ ഇടയ്ക്ക് ചവ്വരി കടിക്കാൻ കിട്ടുന്നത് അതൊരു സുഖമാണ്. ഇനി ഇത് നമുക്ക് ഇനി ഒന്നുകൂടെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അവസാനത്തെ പാല് ചേർക്കണം. ഇനി നമുക്ക് അവസാനമായി ഈ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് എടുത്തതിന് ശേഷം വെട്ടി തിളയ്ക്കേണ്ട, ഒന്ന് ചെറുതായി ചൂടായാൽ മതി. നമുക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ എടുത്തത് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം അവിടെ റെഡിയായി.